അശേഷം കുറവില്ല. എല്ലാ ജില്ലകളിലെയും റിപ്പോർട്ടെല്ലാം പറയുന്നത് LDFന് പ്രതീക്ഷിക്കാൻ അവകാശം ഏറെയാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം 100%. ഇന്നലെ 10 ദിവസത്തോളം മുന്നിൽ നടന്ന MLA ഇന്നലെ പാലക്കാട് തിരിച്ചെത്തുന്നു. പ്രാദേശിക നേതാക്കൾ തന്നെ വലിയ സ്വീകരണം നൽകുന്നു. കണ്ടുകൊണ്ടിരുന്നത് 10 15 ഒരു MLA 2 ആഴ്ചയിലേറെ കാണാതാകുന്നു. ആ MLA 15-ാം ദിവസം പെട്ടെന്ന് പൊങ്ങുന്നു, എന്നിട്ട് വോട്ട് ചെയ്യുന്നു. ആ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന MLAയുടെ കൂടെ അദ്ദേഹത്തിന് എന്തോ ഒരു ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് കുറേ യുവ കോൺഗ്രസ്സുകാർ അണിനിരക്കുന്നു. അതെല്ലാവരും പറയുന്നു ഈ MLA ബലാത്സംഗത്തിന് പേര് കേട്ട, സ്ത്രീപുരുഷ ബന്ധങ്ങളുടെ മഹത്തായ വശം മനസ്സിലാക്കാൻ കഴിയാത്ത, സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ഈ MLA, ആ MLA ചങ്കാണ്. എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. അതെല്ലാമാണെന്ന് പറയുന്ന ആൾക്കാരെ കാണുകയാണ് നമ്മളിപ്പോൾ. കോൺഗ്രസ് അകപ്പെട്ട് നിൽക്കുന്ന ഗതികെട്ട അവസ്ഥ, അത് നമ്മളെപ്പറ്റിയെല്ലാം നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്നു. ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു? ആളുകളെ നിയന്ത്രിക്കാനോ നിർവഹിക്ക് നയിക്കാനോ ആരുമില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത്. കോൺഗ്രസ് പാർട്ടി ഈ വഴിക്ക് പോയാൽ ആ പാർട്ടിയുടെ ധർപ്പതനം ചിലപ്പോൾ ഇവിടെ ആരംഭിക്കും. ഇതേ സമയത്ത് PT കുഞ്ഞുമുഹമ്മദ് രംഗേഷായിട്ട് വന്നൊരു ആരോപണം ഒരു നിയമ നടപടിക്ക് വിധേയമാകുന്നില്ല എന്നുള്ള പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമായിട്ട് കിട്ടിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ പോലും അത് ഉപയോഗിക്കപ്പെടുന്നതായിരുന്നു. അത് യുക്തിയില്ല, ശരിയില്ല. PT കുഞ്ഞുമുഹമ്മദ് കേസ് അപ്പം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. തീർച്ചയായിട്ടും ആരെയും രക്ഷിക്കാൻ LDF ശ്രമിക്കില്ല. ബലാത്സംഗത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നിറവൊന്നും കൊടുക്കണ്ട. LDF ബലാത്സംഗം, UDF ബലാത്സംഗം എന്നൊന്നില്ല. ബലാത്സംഗം എല്ലാം ബലാത്സംഗമാണ്. അവിടെയെല്ലാം ഇരയാകുന്ന സ്ത്രീക്കൊപ്പമാണ് LDF നിൽക്കുന്നത്. സ്ത്രീയുടെ പക്ഷത്തെ LDF നിൽക്കൂ, അത് ഉറപ്പാണ്. ആരോ പറഞ്ഞു കേട്ടു കട്ടി കൂടിയ ബലാത്സംഗം, കട്ടി കുറഞ്ഞ ബലാത്സംഗം, അങ്ങനെയൊന്നുമില്ല. ബലാത്സംഗം തീവ്രത, അതിനൊന്നും അർത്ഥമില്ല. സ്ത്രീയുടെ സമ്മതം കൂടാതെ, അതാണ് വിഷയം. സ്ത്രീയുടെ സമ്മതം കൂടാതെ അവരുടെ ദേഹത്ത് ആര് കൈവച്ചാലും ആ കൈവയ്ക്കുന്നവൻ്റെ പാർട്ടിയോ മുന്നണിയോ ഒന്നും ബാധകമല്ല. അവിടെ അവകാശം, സ്ത്രീയുടെ അവകാശമാണ് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് സ്ത്രീ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് LDF എപ്പോഴും നിൽക്കുന്നത്. അതൊരു രാഷ്ട്രീയം മാത്രമല്ല, അത് LDFൻ്റെ പ്രത്യയശാസ്ത്രമാണത്. ഇടപക്ഷത്തിനകത്ത് ചില സ്റ്റാൻഡുണ്ട് ഇക്കാര്യത്തിൽ. ലോകത്തെവിടെയും വലതുപക്ഷവും അതിന് രാഷ്ട്രീയവും എല്ലാം സ്ത്രീയെ കാണുന്നത് ചരക്കായിട്ടാണ്, ഉപഭോഗ വസ്തുവായിട്ടാണ്. അങ്ങനെ കണ്ടുകൂടാ എന്നാണ് ഇടതുപക്ഷം പഠിപ്പിക്കുന്നത്. ആ പാഠങ്ങളാണ് ഞങ്ങളെ നയിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.